ഇന്ത്യ ആസ് സച്ച് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്കിൽസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൺ നമുക്ക് ലാർജ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ അവൈലബിൾ ആണ്. സിറ്റ്കോംസിലൊക്കെ പറയുന്ന ഒരു സോളാണ്. ഇപ്പം അവർ കോൾ സെന്റർ എന്ന് പറയുമ്പം ഇന്ത്യൻ സ്ലാങ്ങിലാണ് സംസാരിക്കുക. I have worked in a call center part time during my studies. And I was dealing with UK clients. Exactly. COVID allowed everybody to work online. അപ്പം നമ്മൾ ഓഫീസിൽ പോകാതിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്ത്യയിലിരുന്ന് വർക്ക് ചെയ്താലും US-ലിരുന്ന് വർക്ക് ചെയ്താലും കമ്പനിയെ സംബന്ധിച്ചോളം സെയിം ആണ്. അമേരിക്കൻ കമ്പനീസിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരിൽ കുറേ ആൾക്കാർ ഇന്ത്യക്കാരാണ്. വൈ? ബിക്കോസ് ഇന്ത്യക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞ് നല്ലപോലെ വർക്ക് ചെയ്യുമ്പോഴേക്കും ദേ ആർ റീച്ചിങ് ടോപ്പ് ലെവൽ പൊസിഷൻസ് ഇൻ MNCs. Something which all of us can take inspiration from. എക്സാക്ട്ലി. കേരളം നോക്കുവാണെങ്കിൽ നമ്മളാണ് എഡ്യൂക്കേഷനിലെ ഫ്രണ്ട്. അപ്പൊ നമ്മളായിരിക്കണം ഈ ഓപ്പർച്യൂണിറ്റി ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, ആ തോട്ടിലാണ് നമ്മൾ പ്രപ്ക്യൂ പോലുള്ള ഒരു സ്ഥാപനം കൺസെപ്ഷ്യലൈസ് ചെയ്യുന്നതും. Upskilling is now part of every profession. Regardless of what work that you do, if you want to stay relevant in market, you need to upskill. Make sure that whatever that you are choosing, that you have an end goal attached to it. It's easy to blame system. It is easy. It's very easy because system ഒരു പേഴ്സൺ അല്ലാത്തതുകൊണ്ട് തന്നെ സിസ്റ്റം വിൽ നോട്ട് കം ബാക്ക് ആൻഡ് ടെൽ us like why are you blaming me. ഇന്നും നല്ലൊരു ശതമാനം ആൾക്കാർക്കും അവരെന്താണ് ചെയ്യുന്നതെന്ന് ഒരു ഉത്തമ ബോധ്യമില്ലാതെ ചെയ്യുന്ന ഒരു വലിയ തലമുറ നമ്മുടെ ചുറ്റിനുമുണ്ട്. ടീച്ചർ എന്നുള്ള ഐഡന്റിഫിക്കേഷൻ നമുക്കൊരു ഭയങ്കര സ്വീറ്റ് ആൻഡ് ഒരു സാറ്റിസ്ഫാക്ടറി ഐഡന്റിഫിക്കേഷൻ ആണ്. നമുക്ക് ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എവറിത്തിങ് ഈസ് അവൈലബിൾ അറ്റ് ദ ടിപ്പ് ഓഫ് യുവർ ഹാൻഡ്. You don't have the time to do all the mistakes in your life. Learn from others' mistake. Exactly. We have done a lot of them. So adil padikka. That is how mentors work. That is how role models work. അതിനകത്ത് ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറെന്റ് ക്വാളിഫിക്കേഷൻസ് ദാറ്റ് ആർ ഇൻ എക്സിസ്റ്റൻസ് റൈറ്റ് നൗ. This conversation is another, ഒരു one day കുള്ള conversation ആണത്. I know. This is something what they should listen എന്നുള്ളത്. കാരണം see, I come from 10 plus years of now teaching and mentoring students. Vishnu comes from similar kind of a segment in terms of mentoring. So നമ്മൾ large number of I would have addressed like 30,000 students by now. അപ്പോൾ that's a huge number that I'm seeing. അപ്പം it's all very heterogeneous in terms of, okay, so I cannot tell everybody the same answer. Correct. But I can tell what is there out in the commerce industry and ever exploding ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ ഞാൻ റീട്രൈറ്റ് ചെയ്യാം. ലൈക്ക് engineering has evolved, now commerce will evolve. കാരണം കൊമേഴ്സ് വിൽ ബി ദെയർ, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ. കാരണം ഒരു കൺട്രിയുടെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഓൺട്രപ്രണേഴ്സ് ആണ്. പുതിയ ഇന്നോവേഷൻ, പുതിയ പ്രൊഡക്റ്റ്, പുതിയ കൺസംഷൻ, ഇങ്ങനെയാണ് ഇക്കോണമി ഗ്രോ ചെയ്യുന്നത്. ആൻഡ് ഇന്ത്യ ഈസ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഡാറ്റ എടുത്ത് നോക്കുക തന്നെ നമുക്കെന്തോ 100,000 കൂടുതൽ സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് മിഷനിലൊക്കെ രജിസ്ട്രേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ there was a conference that was going on and 30,000 people registered saying that we started new business. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് ഫ്രം ആർ ടിപ്പിക്കൽ ഒരു എംപ്ലോയ്മെന്റ് ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഷിഫ്റ്റ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റർപ്രൈസസ്, ഇപ്പം നമുക്ക് ഇന്ന് ഉണ്ടായിരിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ലാർജ് എൻ്റർപ്രൈസസ് അല്ലേ. നമുക്ക് വലിയ കമ്പനികൾ ഒരുപാട് ഇരിപ്പുണ്ട്, ലൈക്ക് ഇൻഫോസിസ്, TCS, ബാങ്കിങ്, ഓൾ ഇങ്ങനെ ലാർജ് സെറ്റ് ഓഫ് എൻ്റർപ്രൈസസ് ഒരുപാട് കാലം വർക്ക് ചെയ്തിരിക്കുന്ന എൻ്റർപ്രൈസാണ് റിജിഡ് സെഗ്മെൻറ്റിലാണ് ഇരിക്കുന്നത്. എന്നാൽ ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് ലാർജ് എൻ്റർപ്രൈസസ് വുഡ് ബി കളക്ഷൻ ഓഫ് സ്മോളർ എൻ്റർപ്രൈസസ്. എല്ലാ സ്ഥലത്തും ഇന്നോവേഷൻ നടക്കണം. അപ്പോൾ ദ മോർ കൊമേഴ്സ് ആൻഡ് ദ മോർ കൊമേഴ്സ് ബ്രെയിൻ ഇസ് റിക്വയർഡ് ഫോർ യു ടു ഡു ഒരു ഓരോ സ്മോളർ ഓർഗനൈസേഷൻസിൻ്റെയും റൈറ്റ് എമൗണ്ട് ഓഫ് എഫിഷ്യൻറ്റ് സ്ട്രക്ചർ ബിൽഡ് ചെയ്യാനുള്ള കൊമേഴ്സ് ബ്രെയിൻ എല്ലാ സ്ഥലത്തും വേണം. Absolutely, yes. So because ഇതിപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മെയിനായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. ദ റീസെൻറ്റ് ആർട്ടിക്കിൾ ദാറ്റ് ഐ വാസ് റീഡിങ് ത്രൂ, ഇറ്റ് വാസ് ടോക്കിംഗ് അബൌട്ട് ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റേഴ്സ് ആൻഡ് ഹൗ ഇന്ത്യ ഈസ് ഇവോൾവിംഗ് ആസ് എ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ. അതിൻ്റെ അകത്തുണ്ട് ഒരു സ്ട്രൈക്കിംഗ് ഫാക്ടർ വാസ് ലൈക്ക് ബൈ 2030 അറൌണ്ട് 2.1 ബില്യൻ്റെ ബിസിനസ്സാണ് ഫ്രം ഔട്ട്സോഴ്സിംഗ് that India is looking into, and significant portion coming from commerce or commerce related services. അപ്പോൾ നമ്മളിപ്പോൾ when you start talking about entrepreneurs, big bet clients, there is also a huge volume of actually India as a capability center. And I don't use the word outsourcing anymore because it's no longer an offshoring or an outsourcing place. Now we shoulder to shoulder with our clients. Correct. So I think that we should clarify also. കാരണം നമ്മുടെ ലിസണേഴ്സിന് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. ഇപ്പം GCC ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻസൈഡുള്ള ടേമാണ്. ഗ്ലോബൽ കാപ്പബിലിറ്റി സെൻറ്റർ എന്താണ്, ഔട്ട്സോഴ്സിങ്ങും ഒരു കാപ്പബിലിറ്റി നമ്മൾ. അപ്പോൾ സോ I'll just clarify it, like just to get an clarity on the words. Say
ഇന്ത്യ ആസ് സച്ച് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്കിൽസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൺ നമുക്ക് ലാർജ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ അവൈലബിൾ ആണ്. ദർ വാസ് എ ടൈം വെൻ വി ഹാഡ് ടു സെൻഡ് പീപ്പിൾ ഔട്ട്സൈഡ് to do the work, and we are still doing it. We are capable of sending qualified people outside. Second is to ensure നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഇന്ത്യയിൽ എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളത്. ആൻഡ് പോസ്റ്റ് കോവിഡ്, പോസ്റ്റ് ടെക്നോളജി, ഇറ്റ് ഹാസ് ബിക്കം എൻ ഈസി ആസ്പെക്ട്. ഒക്കെ ആദ്യം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന ഒരു സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ സെന്റേഴ്സ് ആയിരുന്നു. ജസ്റ്റ് ഇന്ത്യക്കാരാണ് ഫോൺ എടുക്കുക. ഏത് വലിയ MNCയുടെ ഫോൺ വിളിച്ച് കഴിഞ്ഞാലും ഇന്ത്യക്കാരെടുക്കുക. ഇപ്പം US പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാൻഡപ്പ് കോമഡിയിലും മറ്റേ സിറ്റ്കോംസിലൊക്കെ പറയുന്ന ഒരു സോളാണ്. ഇപ്പം അവർ കോൾ സെന്റർ എന്ന് പറയുമ്പം ഇന്ത്യൻ സ്ലാങ്ങിലാണ് സംസാരിക്കുക. I have worked in a call center part time during my studies. And I was dealing with UK clients. Exactly. പക്ഷേ ഇതും ഇവല്യൂഷൻ ഗോ ത്രൂ ചെയ്തു. നമ്മൾ ഇന്ത്യക്കാർ ജസ്റ്റ് ഫോൺ എടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രം ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരല്ല. നമുക്ക് നമ്മുടെ ആസ് സച്ച് നമുക്കൊരു ഇന്നേറ്റ് എബിലിറ്റി ഉണ്ട്. ഇന്ത്യൻസ് ആർ വെരി ഹാർഡ് വർക്കിംഗ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഗോ ത്രൂ ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനും നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ, അത് നമ്മൾ ഇൻസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റൂ എന്നുള്ള ഒരു ഇന്നേറ്റ് ധാരണ ഉള്ള ഒരു ജനറേഷൻ. വലിയ അധികം ഗോഡ് ഫാദേഴ്സ് ഇല്ലാത്ത ഒരു വലിയൊരു പോപ്പുലേഷൻ നമുക്കുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് ഐ ഓൾവേസ് ചെറിഷ് and take with me. അതെ, ബിക്കോസ് നമുക്ക് നാളെ at the end നമുക്ക് കിട്ടുന്ന ഒരു അക്കംപ്ലിഷ്മെന്റ് ഇസ് മച്ച് ഹയർ. കറക്റ്റ്. വെൻ യു സ്റ്റാർട്ട് ഡൂയിങ് ആൻഡ് അതിന്റെ ഒരു പ്രോസസ്സിലുള്ള ഏതൊരു ചെറിയ കാര്യമായാലും ഇറ്റ്സ് നെവർ എന്താ പറയാ, നമുക്ക് റിഡൻഡന്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആയിരിക്കത്തില്ല. ബിക്കോസ് ഞാൻ ഈ കോൾ സെന്ററിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഐ ഹാവ് വർക്ക്ഡ് ഇൻ എ കോൾ സെന്റർ പാർട്ട് ടൈം ഡ്യൂറിങ് മൈ സ്റ്റഡീസ് ACCA ചെയ്യുന്ന സമയത്ത്. ആൻഡ് ഐ ഇംപ്രൂവ്ഡ് മൈ ലാംഗ്വേജ് ഫ്രം ദർ. ബിക്കോസ് എനിക്ക് എവിടെയും കിട്ടാൻ, ഐ വാസ് വർക്കിംഗ് വിത്ത് UK ക്ലയൻസ്. ഞാൻ ഐ യൂസ് ടു വണ്ടർ, ലൈക്ക് ഞാൻ ആ സമയത്ത് ഐ യൂസ് ടു ഡു നൈറ്റ് ഷിഫ്റ്റ്സ്. എനിക്ക് മോർണിംഗ് ക്ലാസ്സസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ടേക്കിംഗ് എ ടോൾ ഓൺ മൈ ഫിനാൻസസ് വെൻ ഐ വാസ് ഡൂയിങ് എ ഗ്ലോബൽ ക്വാളിഫിക്കേഷൻ. ഐ ഹാഡ് ടു സംഹൗ ഫൈൻഡ് എ വേ ടു അറ്റ്ലീസ്റ്റ് എൻ്റെ എക്സാം ഫീസ് അടയ്ക്കാൻ വേണ്ടിയെങ്കിലും. സോ ഐ വാസ് ഡൂയിങ് നൈറ്റ് ഷിഫ്റ്റ്സ്. മോർണിംഗ് എനിക്ക് 7 to 11 ക്ലാസ്സസ് ഉണ്ടാവും. ആഫ്റ്റർ ദാറ്റ് ഐ ക്യാൻ സ്ലീപ്പ് ആൻഡ് ദെൻ ഈവനിങ് ഗോ ടു വർക്ക്. ഞാൻ ആ സമയത്ത് ഇരുന്ന സമയത്ത് ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ എന്താണ്, ഇസ് ഇറ്റ് ഓൺലി മീ ദാറ്റ് ഇസ് സ്ട്രൈവിങ്, ഞാൻ മാത്രമാണ് ഈ കഷ്ടപ്പെടുന്നത് എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എനിക്ക് വന്നത് 1 year later when I joined with a multinational company. I was ready for it. I was ready to talk to international people. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, നമ്മളിന്ന് പലപ്പോഴും പലരും പറയും, ഞാൻ എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ പെട്ടുപോയത്, ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്ന് അവസാനിച്ചു എന്നുള്ളത്. ബട്ട് നോ ലേണിംഗ് ഇസ് റിഡൻഡന്റ് ആൻഡ് എവറി എക്സ്പീരിയൻസ് ഓൺലി ആഡ്സ് വാല്യൂ ടു യുവർ ലൈഫ്. ഞാൻ ഇന്നും പ്രൗഡ്ലി പറയുന്നത്, ഞാൻ എൻ്റെ ആ 3 മാസത്തെ കോൾ സെൻറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നീട് എൻ്റെ കൂടെ ജോയിൻ ചെയ്ത 6 പേരുണ്ടായിരുന്നു ഇൻറ്റേൺസ് ആയിട്ട്. ഐ വാസ് ദ ഫസ്റ്റ് വൺ ടു ഗെറ്റ് കൺഫേംഡ് എമംഗ് ദം ബിക്കോസ് ഐ ഹാഡ് വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വിച്ച് ഐ ലേൺഡ് വർക്കിംഗ് ഇൻ ദാറ്റ് കോൾ സെൻറ്റർ. എനിക്ക് അതുവരെ ഈ പറയുന്നത് പോലെ എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഞാൻ ICSE CBSE ഒക്കെയാണ് പഠിച്ചത്. പക്ഷെ ഒരാളോട് എങ്ങനെ കറക്റ്റായിട്ട് സംസാരിക്കണം. അപ്പം ഇന്നുള്ള കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ലാംഗ്വേജ് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മലയാളം മീഡിയം സ്റ്റേറ്റ് സിലബസ് ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. സോ ഞാൻ വളരെ ഒരു ഗ്രാമത്തിലിരിക്കുന്ന ഒരു സ്കൂളിലാണ് പഠിച്ചത്. നോർമലി എനിക്ക് തോന്നുന്നു ലാർജ് പാർട്ട് ഓഫ് കേരളം അതുപോലെയാണ്. ഞാൻ അവിടെ തന്നെ പഠിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഞാൻ ഇന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർനാഷണൽ ക്ലയൻസിനെ നേരിട്ട് ഡീൽ ചെയ്യും. ഐ ഹാവ് ഗോൺ ദേർ ആൻഡ് ദെൻ ഡെൽറ്റ് വിത്ത് ദെം. ആൻഡ് അവരുടെ ലാംഗ്വേജ് എന്നുള്ള രീതി മറ്റേ സുരാജ് വെഞ്ഞാറമൂട് ഇങ്ങനെ സൈഡ് വലിച്ച് പറയുന്ന പോലത്തെ ഇംഗ്ലീഷ് പോലും പറയും ഞാൻ ആവശ്യം വന്നാൽ. ഓക്കെ, സോ that has come because of my efforts that I have taken. ഞാൻ മടിച്ചിരുന്നില്ല എൻ്റെ സ്ലാങ് തെറ്റാന്ന് പറഞ്ഞ ഒന്നുമില്ല. ഞാനൊരു എക്സ്പോഷർ ഉള്ള, ഇപ്പം ചെന്നൈയിലേക്ക് പോയി അവിടെ എക്സ്പോഷർ ഉള്ള സ്ഥലത്തെത്തി, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സംസാരിച്ചു. ആൻഡ് ഐ ഓൾവേസ് കെയിം ദെയർ. ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചു, തെറ്റുകൾ പറ്റിക്കോട്ടെ എന്നുള്ളത്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഒരു 2-3 months ഓഫ് ഗുഡ് ഗൈഡൻസ്, ലാംഗ്വേജ് ഇസ് സെറ്റ് ഫോർ എവ്രി വൺ. അത് അത്ര സമയം എടുക്കത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പം ലെറ്റ് മീ കം ബാക്ക് ടു ദ ഗ്ലോബൽ കാപ്പബിലിറ്റീസ് ആൻഡ് പോയിന്റ്. ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പം നിങ്ങളിപ്പം ഒരു സ്റ്റുഡൻറ്റ്, ഇപ്പം നമ്മൾ നേരത്തെ സ്കിൽ ഗ്യാപ്പ് പറഞ്ഞില്ലേ, ഒരാൾ ചിലപ്പം ഗ്ലോബൽ ക്വാളിഫിക്കേഷൻ പഠിക്കുന്നുണ്ടാവും, പക്ഷെ അവൻ ലാംഗ്വേജ് ട്രെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ലുക്ക് അറ്റ് വാട്ട് ഈസ് ഡൂയിങ്. He's trying to become a global professional with this basic skill that he needs to have his language that is missing. അപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതായിരിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ കാര്യം. നൗ ഗ്ലോബൽ കാപ്പബിലിറ്റി സെൻറ്റർ ജസ്റ്റ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ കൂടെ, നൗ ഇഫ് യു ലുക്ക് അറ്റ്, നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, നൗ കൊമേഴ്സ് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, എഞ്ചിനീയറിംഗ് ഈസ് അനദർ വേൾഡ് ഓഫ് ഔട്ട്സോഴ്സിംഗ് ദാറ്റ് ഇസ് കമ്മിങ് ഇൻ. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ജസ്റ്റ് കൊമേഴ്സ് അലോൺ,
നമുക്ക് പല സെഗ്മെൻറ്റ് ഓഫ് ക്വാളിഫിക്കേഷനും ഇവിടെ അവൈലബിൾ ആണെന്ന്. ഇപ്പം നേരത്തെ പറഞ്ഞ 2030 നമ്പേഴ്സ് വരുന്നത്, ഇപ്പം ഇഫ് യു ലുക്ക് അറ്റ് അക്കൗണ്ടിങ് ഫേംസ് ദാറ്റ് യു ടേക്ക് ഇറ്റ് ഇൻ ഇന്ത്യ, ഐ ബിലീവ് ദാറ്റ് എവറി അക്കൗണ്ടിങ് ഫേം ഇൻ ഇപ്പോൾ ഒരു 2-3 years, ഐ എം നോട്ട് ഈവൻ, ഇപ്പം 5 വർഷം എന്നൊക്കെ പറയുന്നത് വലിയ സമയമാണ്. കാരണം പ്ലാൻസ് എനിമോർ. സോ ഒരു 2-3 years ഓഫ് ടൈം, ലൈക്ക് അതും ഞാൻ പറയണം, മേ ബി 6 months down the line it can happen, one policy change it can happen, but I'm saying that every accounting firm in India, we have a lot of accounting firms in India, everybody would become a global capability center for some external company, and mainly US. And if you look at in the accounting firms in Endel നോക്കുവാണെങ്കിൽ, we have, there was a data, it came right after COVID, that COVID allowed everybody to work online. അപ്പോൾ നമ്മൾ ഓഫീസിൽ പോകാതിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഇന്ത്യയിലിരുന്ന് വർക്ക് ചെയ്താലും US-ലിരുന്ന് വർക്ക് ചെയ്താലും കമ്പനിയെ സംബന്ധിച്ചോളം സെയിം ആണ്. It has given a global level playing ground. Okay, some peripheral benefits of COVID and then fast moving into technology. അപ്പോൾ ഇന്ന് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇപ്പം US-ലിരിക്കുന്ന ഒരു അക്കൗണ്ടിങ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വെൻ ദേ ഹാവ് എ ഷോർട്ടേജ് ഓഫ് അക്കൗണ്ടൻസ്, ആൻഡ് അവിടെ ഒരു ലാർജ് ഷോർട്ടേജ്, ലൈക്ക് ദ നമ്പർ ഇഫ് യു ലുക്ക് അറ്റ് ദ മീഡിയ ദാറ്റ് ദേ വർ നോട്ടീസിങ് അറൌണ്ട് 4 ലക്ഷം അക്കൗണ്ടൻസിൻ്റെ ഷോർട്ടേജ് ആയിരുന്നു അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു US-ൽ മാത്രം. ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്, ബിക്കോസ് ദേ ആർ സെയിങ് ദാറ്റ് ദ ലാർജ് പാർട്ട് ഓഫ് CPA കമ്മ്യൂണിറ്റി ഇൻ US is about to retire. Not just CPA community, അവിടെ ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഈവൻ ദ EA community and large part of them, when we spoke with the our partners there in US, അവർ പറയുന്നത് large part of them, I don't remember the exact number, but then they were saying at least it could collectively amount to 1 million people retiring very soon, and അത്രയും ഇൻടേക്ക് അവിടെ ഇല്ല, because you need actually people who are CPA കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അവിടെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 4-year ഗ്രാജുവേഷൻ വേണം. അപ്പോൾ there are a lot of challenges that they have. അങ്ങനെ ഒരാൾ CPA കഴിഞ്ഞവർ ഹയർ ചെയ്ത് കഴിഞ്ഞാലും their cost has actually extremely high compared to India. കാരണം അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ഇസ് റിയലി ഹൈ. അപ്പോൾ ഒരു ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സിന്റെ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ ഓഗ്മെന്റ് ചെയ്യാൻ പോകുന്നത് US ഔട്ട്സോഴ്സിംഗ് ആയിരിക്കും. ഇന്ത്യ ആസ് എ മാർക്കറ്റ് ഹാസ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ. അത് ഹ്യൂമൻ റിസോഴ്സസിന് ഒരു കുറവില്ലാത്ത രാജ്യമാണല്ലോ നമ്മൾ, ആൻഡ് ക്വാളിഫൈഡ് ഹ്യൂമൻ റിസോഴ്സസ്, ബേസിക്കലി പീപ്പിൾ വിത്ത് ബ്രെയിൻസ് എന്ന് പറയും. ആൻഡ് ആ ഒരു സാധനത്തിൽ, ബിക്കോസ് വൈറ്റ് സേ ബ്ലൂ കോളർ ഓർ വൈറ്റ് കോളർ, ലൈക്ക് യു ഡോണ്ട് സെഗ്രിഗേറ്റ് എനിമോർ, but still if we look at that proportion, we have a larger number to contribute. അത് തന്നെ ആയിരിക്കണമല്ലോ, like apart from the cost side, the interesting factor for these multinational companies or specifically US firms as you were talking. So ഇതിനകത്ത് ഇപ്പം ഞാൻ കോവിഡിൻ്റെ സമയത്ത് ഈ ചേഞ്ചസ് എല്ലാം നടക്കുന്ന സമയത്താണ് ഞാൻ CPAക്ക് പെർസ്യൂ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആസ് ഐ ഹാഡ് മെൻഷൻഡ്, ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഒന്നില്ലെങ്കിൽ US-ൽ അല്ലെങ്കിൽ ദുബായ് പോയിട്ട് എക്സാംസ് ഒക്കെ എഴുതണമായിരുന്നു. ആ സമയത്താണ് ഈ പറഞ്ഞ എല്ലാ ചേഞ്ചസും US-ൽ നടക്കുന്നത്. അവിടെ എന്താ, കോവിഡിൻ്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് കമ്പനികൾ പൂട്ടിപ്പോകുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ടായിരുന്നു. ആൻഡ് എവ്രിബഡി ന്യൂ US വാസ് വൺ ഓഫ് ദി എക്കോണമീസ് ദാറ്റ് ടുക്ക് എ മേജർ ഹിറ്റ്. ഒരുപാട് ആൾക്കാർക്ക് മരിച്ചു എന്ന് മാത്രമല്ല, എല്ലാവർക്കും like how strong they tried to depict a picture like we are unaffected, it was understood, like the world got to know അതെങ്ങനെയാണ് അത് എഫക്ട് ചെയ്തെന്നുള്ളത്. ആൻഡ് അവിടെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, റൈറ്റ് ഫ്രം ദി എൻഡ് ഓഫ് വേൾഡ് വാർ 2 US ഓൾറെഡി വളരെ അധികം ഡെവലപ്ഡ് ആയിട്ട് നിൽക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എക്കോണമി ആയിരുന്നു. ആൻഡ് കോവിഡ് ആക്ച്വലി ചേഞ്ച് ദെയർ ഫേസ്. ആൻഡ് ഈ ഒരു ഹിറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ചില ഹാർഡ് കോർ റിയാലിറ്റീസ് ഉണ്ടായിരുന്നു. ഒന്ന്, നമ്മുടെ പോപ്പുലേഷൻ കാരണം, നേരത്തെ നിഖിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ വളരെ വലിയൊരു മാർക്കറ്റാണ്. ആൻഡ് നമുക്ക് ചുറ്റും നോക്കുമ്പോഴേക്കും തന്നെ ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് നമ്മൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഡെയിലി എല്ലാ കമ്പനികളുടെയും എല്ലാ പ്രോഡക്ട്സും എല്ലാ സർവീസസും യൂസ് ചെയ്യുന്ന ആൾക്കാരുമാണ്. ആൻഡ് കോവിഡിൻ്റെ സമയത്ത് നേരത്തെ ഇന്ത്യ വാസ് ജസ്റ്റ് എ പ്ലേസ് ടു ജനറേറ്റ് സെയിൽസ് റവന്യൂ, വരുമാനത്തിന് വേണ്ടി മാത്രമായിരുന്നു ഇന്ത്യ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ് മാർക്കറ്റ് ആയിരുന്നു. പക്ഷേ കോവിഡിൻ്റെ സമയത്ത് ഇന്ത്യയുടെ ഫേസും US-ന്റെ ഫേസും മൊത്തത്തിൽ മാറി. ബിക്കോസ് ഇപ്പോൾ ലിജിൽ നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ്സ് തന്നെ ഒന്ന് റീറ്ററേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമുക്കിവിടെ ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വളരെയധികം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ലേബർ ഫോഴ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻ ദി ഹോൾ വേൾഡ്, വിച്ച് മീൻസ് വി ഹാവ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ആക്ച്വലി റെഡി ടു വർക്ക് ഹാർഡ്. ആൻഡ് ദിസ് ഈസ് എവിഡൻറ്റ് ഫ്രം അനദർ തിങ് ആസ് വെൽ. അമേരിക്കൻ കമ്പനീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരിൽ കുറേ ആൾക്കാർ ഇന്ത്യക്കാരാണ്. വൈ? ബിക്കോസ് ഇന്ത്യക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞ് നല്ലപോലെ വർക്ക് ചെയ്യുമ്പോഴേക്കും ദേ ആർ
reaching top level positions in MNCs. Something which all of us can take inspiration from. എക്സാക്ട്ലി. ആൻഡ് അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ ഇത്രയും ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ലാതെ പിരിച്ചുവിടുന്ന സിറ്റുവേഷൻസ് വരുന്നു. കോവിഡിന് ശേഷം ഇവർക്ക് തിരിച്ചൊന്ന് ഓപ്പറേഷൻസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ദേ ഹാഡ് സിഗ്നിഫിക്കൻറ്റ് ഹേർഡിൽസ്. ആൻഡ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കൊടുക്കാൻ ശമ്പളമില്ല എന്നുള്ളതാണ്. ബിക്കോസ് ഓൾ ദീസ് ആർ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആൻഡ് ദേ എക്സസ് ഫോർ പ്രോഫിറ്റ്സ്. അപ്പോൾ പ്രോഫിറ്റ്സ് റിറ്റൈൻ ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യണം, Cost കുറയ്ക്കണം, അല്ലെങ്കിൽ റവന്യൂ കൂട്ടണം. റവന്യൂ കൂട്ടാന്നുള്ളത് കോവിഡിന്റെ സമയത്ത് നടക്കുന്ന കാര്യമാണ്. കൂട്ടണമെന്നുണ്ടെങ്കിലും അതിനുള്ള റിസോഴ്സസും വേണമല്ലോ. അപ്പോൾ എനിക്ക് പറ്റത്തില്ല. തോന്നുന്നു like that gets us to the part where like the vacuum that we have actually identified. ആൻഡ് അവിടുത്തെ ഏറ്റവും വലിയ ആ ഒരു US എന്നുള്ള ഒരു വാക്യൂം ഐഡന്റിഫൈ ചെയ്തതിന്റെ പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ കാണുന്ന PrepQ ആയാലും the journey all, because we had just come to that point where that journey actually started, because COVID, the vacuum, the lack of resources, and the amount of work that was coming to India at that point of time. Probably you guys will have something to add there. എനിക്ക് തോന്നുന്നു അവിടെയാണ് ആക്ച്വൽ മാനിഫെസ്റ്റേഷൻ ശരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഇതെല്ലാം വരുന്ന സമയത്താണ് വി ഹാഡ് എൻ ഇൻറ്ററാക്ഷൻ ടുഗെദർ. ഓഫ് ഷോറിങ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. എന്താണ് കാരണം? ബിക്കോസ് ദർ ഈസ് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ വാട്ട് ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ US ആൻഡ് ഇന്ത്യ. നേരത്തെ ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഷോൾഡർ ടു ഷോൾഡർ ലെവലിലോട്ട് ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞ രീതിയിലോട്ട് മാറാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഓപ്പൺ ചെയ്തു. ഈ ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻറ്റേഴ്സിൻ്റെ ഫേസ് ചേഞ്ച് ആയി. ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻറ്റേഴ്സ് ഏർലിയർ ഇപ്പം അവിടെ നിന്ന് ഒരു വർക്ക് ഇങ്ങോട്ട് അയക്കുന്നു, ആ വർക്ക് മാനുവലി ചെയ്ത് തിരിച്ചയക്കുന്ന ഒരു വെരി എ ലാർജ് പാർട്ട് ഓഫ് ഇറ്റ് കുഡ് ബി ഓട്ടോമേറ്റഡ്. സോ ഓട്ടോമേഷൻ റിസ്ക് ഉള്ള ഒരു സെഗ്മെന്റ് ആയിരുന്നു പണ്ടോ ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻറ്റേഴ്സിൽ നോക്കുന്നത്. കാരണം ഇന്നിപ്പോൾ അക്കൗണ്ടിങ് എടുക്കുകയാണെങ്കിലും ഓഡിറ്റിംഗ് എടുക്കുകയാണെങ്കിലും ടാക്സസ് എടുക്കുകയാണെങ്കിലും 90% of it can be done offshore. Correct. And you can actually have shoulder to shoulder resources of a foreign company sitting in India working from India. There is a new concept even called like it's actually called something like a virtual secondment. In corporates. Yes. Then it used to be like person from here actually goes there, does a secondment. Now you can do it virtually, actually working for the client that is sitting at the other part of the world, but from your hometown. ആ ഒരു വലിയ ഷിഫ്റ്റാണ് ഇപ്പോൾ ബോത്ത് ഓഫ് യു ആർ റെസനേറ്റിംഗ്. കറക്റ്റ്. അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ഇസ് ഗോൺ ബി കൊമേഴ്സ് സെക്ടർ, എസ്പെഷ്യലി അക്കൗണ്ടിങ് സെക്ടർ ആൻഡ് ടാക്സ് സെക്ടർ. നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം US ഫോർ എക്സാമ്പിൾ ദേ ആർ ഹയറിംഗ് ആൻ അക്കൗണ്ടൻറ്റ് ഫോർ സേ you take a monthly salary of he's being paid around $10,000 no which could be $5,000 to $10,000. You can actually get the same work done at $1,000 in India. Correct. അത് it actually becomes 10 കോസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് 10 വർക്ക് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഒന്ന് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇറ്റ് ബിക്കംസ് എ സേവിയർ ഫോർ ലൈക്ക് യു ആർ പമ്പിംഗ് ദ US എക്കോണമി. അതുകൊണ്ടാണ് ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്റർ. യു ആർ പമ്പിംഗ് ലൈക്ക് യു ആർ ബീയിങ് ദ ഫിനാൻസ് എൻജിൻ ഫോർ ദ ഗ്ലോബ്. ആൻഡ് ഇന്ത്യ ആസ് സച്ച് ബിക്കമിങ് ദ ഫിനാൻസ് എൻജിൻ ഫോർ ദ എൻറ്റയർ വേൾഡ് ഇന്ന്. കാരണം എൻറ്റയർ ഫിനാൻസ് എൻജിൻ ക്യാൻ ബി പുട്ടഡ് ഇൻ ഇന്ത്യ and they can work from anywhere. പക്ഷെ അവിടെ എനിക്കുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ does we have the resources with the right skill set to do all these work? Because നമുക്ക് റിസോഴ്സസ് ഉണ്ട്. I agree to that fact. There are a lot of resources, lot of qualified resources, but do we have the right fit? അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോഴ്സസ് ലൈക്ക് CPA വിൽ ബിക്കം അതായിരിക്കും നെക്സ്റ്റ് സോർട്ട് ആഫ്റ്റർ കോഴ്സായിട്ട് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. കാരണം ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻറ്റേഴ്സ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഗ്രോ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻറ്റേഴ്സ് ആണ്. ആൻഡ് എവറി അക്കൗണ്ടിങ് ഫേം ഇസ് ബിക്കമിങ് എ ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻറ്റർ. ആൻഡ് ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻറ്റേഴ്സിൽ CPA പോലുള്ള ഒരു റിസോഴ്സ് ഇരിക്കുക എന്നുള്ളത് ഇറ്റ് വിൽ ബിക്കം വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദം ഫോർ മൾട്ടിപ്പിൾ റീസൺസ്. ഐ വിൽ പോയിന്റ് ഔട്ട് റീസൺ നമ്പർ 1. ഒരു നിങ്ങൾ ആലോചിച്ചോക്കെ ഈ ഒരു US ഇരിക്കുന്ന ഒരു കമ്പനി ഓർ എൻ അക്കൗണ്ടിങ് ഫേം വിച്ച് വാണ്ടഡ് ടു കം ബാക്ക് ടു ഇന്ത്യ ആൻഡ് ഗിവ് ദ വർക്ക് ടു ഇന്ത്യ, ഹൗ ദേ വിൽ ട്രസ്റ്റ് എൻ ഇന്ത്യൻ ഫേം? കറക്റ്റ്. അപ്പോൾ ഒരു ഇന്ത്യൻ ഫേമിനെ ട്രസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കറിയാം വാട്ട് ഈസ് ദ CPA സ്റ്റാൻഡ്സ് ഇൻ US. ഇഫ് ഐ ഹാവ് എ CPA ഇൻ ഇന്ത്യ, okay, immediately they're going to trust them. അപ്പോൾ counterpart feeling വന്നു ഓട്ടോമാറ്റിക്കലി. ലൈക്ക് സോ ഗ്ലോബൽ കോഴ്സസ് എന്തുകൊണ്ട് ഇന്ത്യയിൽ പോപ്പുലർ ആവുന്നു, ഈവൻ ഗ്ലോബൽ കോഴ്സസ് പോപ്പുലർ ആവുമ്പോഴാണെങ്കിലും വി ഷുഡ് ആക്ച്വലി ലുക്ക് അറ്റ് ദ റൈറ്റ് കോഴ്സസ് അഗൈൻ. എനിക്ക് ആ ഒരു ബിക്കോസ് നമ്മളത് വളരെ വൈഡായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണെങ്കിലും വെൻ ഇറ്റ് കംസ് ടു എക്സിക്യൂഷൻ ഇറ്റ് നാരോ ഡൗൺസ് ടു റൈറ്റ് റിസോഴ്സ്, റൈറ്റ് സ്കിൽ. കാരണം
regardless of what is the amount of work that is flowing in, നമുക്ക് ആ റൈറ്റ് റിസോഴ്സ് ടു ഫിറ്റ് ദ റിക്വയർമെന്റ് നമുക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ യൂസ്. അപ്പോൾ അവിടെ തന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റോൾ വരുമ്പോഴേക്കും ഐഡന്റിഫൈങ് ദ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ദെൻ ക്രിയേറ്റിംഗ് റിസോഴ്സസ് ഫോർ ഇറ്റ്. കറക്റ്റ്. ഇപ്പം പ്രപ്കിയുടെ ഒരു കൺസെപ്ഷ്യലൈസേഷൻ നോക്കുകയാണെങ്കിൽ ദ ഇനീഷ്യൽ തോട്ട് വാസ് നെവർ ടു ഹാവ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനീഷ്യൽ തോട്ട് വാസ് ടു ഗെറ്റ് വർക്ക് ഫ്രം ഔട്ട് സൈഡ് ആൻഡ് ദെൻ ബിൽഡ് എ ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റർ ഹിയർ. അതിനുശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് ആൾക്കാരില്ല. ഓൺലി തിങ് ദാറ്റ് ഇസ് ബ്രിഡ്ജിങ്. അപ്പം ബിഗ് ഫോഴ്സിന്റെ എടുത്ത് നോക്ക് വാട്ട് ദേ വർ ഡൂയിങ് ഏർലിയർ. ബിഗ് ഫോഴ്സിന് ഇറ്റ്സ് വെരി ഈസി ഫോർ ദം ടു സെൻഡ് വർക്ക്. കാരണം ഇവിടെ ഒരു ബിഗ് ഫോർ എൻറ്റിറ്റി ഉണ്ട്, അതേ എൻറ്റിറ്റി തന്നെ കൗണ്ടർ പാർട്ട് യു എസിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കൺവിൻസിംഗ് പോലും ആവശ്യമില്ല. വർക്ക് അയക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അവിടെ ഗ്രൗണ്ട് റിയാലിറ്റി ഈസ് ലൈക്ക് ദേ ഡോണ്ട് ഹാവ് ദി റൈറ്റ് റിസോഴ്സസ്. അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവർ ഹയർ ചെയ്തിട്ട് അവർ 6 മാസം ട്രെയിൻ ചെയ്യണം. അപ്പൊ അഗെയിൻ വൈ കാൺ വി ബ്രിങ് ദാറ്റ് വൺ സ്റ്റെപ്പ് ബാക്ക്വേർഡ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് നമുക്ക് ആ കോഴ്സുകൾ ഇന്ന് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പ്ലേസ്ഡ് ആവും. അതും നമ്മൾ ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എടുക്കുമ്പം കേരളം നോക്കുവാണെങ്കിൽ നമ്മളാണ് എഡ്യൂക്കേഷനിലെ ഫ്രണ്ട്. അപ്പം നമ്മളായിരിക്കണം ഈ ഓപ്പർച്യൂണിറ്റി ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, ആ തോട്ടിലാണ് നമ്മൾ പ്രപ്ക്യൂ പോലുള്ള ഒരു സ്ഥാപനം കൺസെപ്ഷ്യലൈസ് ചെയ്യുന്നതും. ആ ഒരു തോട്ടിലേക്കും ഓൾ ഓഫ് us ടുഗെദർ നമ്മളിപ്പോൾ ഈ EA എന്ന് പറയുന്ന കോഴ്സും CPA എന്ന് പറയുന്ന കോഴ്സൊക്കെ ഇങ്ങനെ കേരളത്തിൽ one revolution that EA has been able to do in the market, at least what I have seen very closely, because ഞാനതൊരു കോർപ്പറേറ്റ് എൻഡി എന്ന് കണ്ടിട്ടുണ്ട്. കോർപ്പറേറ്റ് എൻഡി എന്ന് ഇറങ്ങിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻഡി എന്ന് കണ്ടിരിക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ ഒരാളെ എടുത്ത് ഹയർ ചെയ്ത് അപ്സ്കിൽ ചെയ്ത് അയാളെ പ്രൊഡക്ഷനിലേക്ക് ഇറക്കാൻ വരുന്ന ടൈം that has reduced drastically, which actually increases the ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റിന്റെ അട്രാക്റ്റീവ്നെസ് അത്രയും കൂട്ടുന്നത് ഈ ഒരു ആസ്പെക്ട് ആണ്. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ദാറ്റ് ബർഡൻ ടു ആക്ച്വലി ആൻഡ് ദേ സേവ് ടൈം മണി അവരെ സംബന്ധിച്ചിടത്തോളം ഇമീഡിയറ്റ്ലി കാപ്പബിൾ ആയിട്ടുള്ള റിസോഴ്സ് കിട്ടുന്നത്. ആൻഡ് ഇതിനകത്ത് ഈ എംപ്ലോയീസിന്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴേക്കും അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി സെയിം എംപ്ലോയർ വുഡ് ബി ആസ്കിങ് ദം ടു കംപ്ലീറ്റ് ദീസ് ക്വാളിഫിക്കേഷൻസ് ഇഫ് ദേ വോണ്ട് ടു ഗെറ്റ് പ്രൊമോട്ടഡ്. അതായത് 2 വർഷം 3 വർഷം ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഇതേ ക്വാളിഫിക്കേഷൻസ് തന്നെ എടുക്കാനായിട്ട് പറയുന്നുണ്ടാവും. ആൻഡ് ആ സമയത്ത് ഡബിൾ ബർഡൻ. ബിക്കോസ് എൻ്റെ അടുത്തൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പുതിയൊരു കാര്യം പഠിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് വൺ സൈഡ് യു ഹാവ് എ പ്രഷർ ഓഫ് വർക്ക്, എൻ്റെ ഇടയിൽ പഠിത്തം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇറ്റ്സ് പ്രാക്ടിക്കലി വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ആ ഒരു റിസോഴ്സ് ജനറേഷൻ അത് അപ്സ്കില്ലിംഗ് ആയിരിക്കണം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇഫ് സംബഡി ഈസ് ജോയിനിങ്, ഇപ്പം ഒരു GCC എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഒരു നമ്മുടെ EA കുട്ടികളുടെ തന്നെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? EA കംപ്ലീറ്റ് ചെയ്തിട്ട് ദേ ഗെറ്റ് എൻ എൻട്രി ടു ദ ജോബ്, ദെൻ ദേ ഷുഡ് ഡു CPA. That is upskilling. Okay. Which will give them a better perspective. It should not be like, okay, എനിക്ക് ഞാൻ ഒരു ജോലിക്ക് കയറി എനിക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫോർ മൈ സർവൈവൽ ഐ വിൽ ഹാവ് ടു ഡു എ കോഴ്സ് എന്നുള്ളൊരു ആ ഒരു മോഡിൽ എനിക്ക് തോന്നുന്നത് ഇൻഡസ്ട്രി തന്നെ മാറിയിട്ടുണ്ട്. ബിക്കോസ് അപ്സ്കില്ലിംഗ് ഇസ് നൗ പാർട്ട് ഓഫ് എവറി പ്രൊഫഷൻ. അത് റിഗാർഡ്ലെസ് ഓഫ് വാട്ട് വർക്ക് ദാറ്റ് യു ഡു, ഇഫ് യു വോണ്ട് ടു സ്റ്റേ റെലവെന്റ് ഇൻ മാർക്കറ്റ് യു നീഡ് ടു അപ്സ്കിൽ. അതർവൈസ് ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം ദാറ്റ് യു ബിക്കം റിഡൻഡന്റ്. അതുകൊണ്ടാണ് ഇപ്പം ഇൻ കേസ് ഐ തിങ്ക് ബോത്ത് ഓഫ് യു ഗൈസ് ആർ ഡൂയിങ് ആൻ ഇൻക്രെഡിബിൾ ജോബ് ഇൻ ദാറ്റ്. I feel like I'm sitting in between core academia and core industry. So in terms of our bridging of gap is also important. Because there are studies which is saying out of probably 10 skills that today somebody has, അതിൽ 5 to 6 skills will become irrelevant in another 2-3 years. ദാറ്റ് ഈസ് ഹൗ. ഇനി അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും അവർക്ക് അന്നുള്ള സ്കിൽ ഇതാവും. അപ്പം വി ആർ പ്രിപ്പയറിംഗ് students, we're preparing our candidates not just for one courses, we're preparing them for their lifetime. അവരുടെ ബേസിക് capability ബിൽഡ് ചെയ്യുവാണ്. അവരുടെ എംപ്ലോയ്മെന്റ് റെഡിനെസ്, ദാറ്റ് ഇസ് ദ വേർഡ് ദാറ്റ് വി യൂസ് ഫോർ ഇറ്റ്, റൈറ്റ്? അവരവിടെ capable ആക്കി മാറ്റുവാണ്. എന്താണ് വേണ്ടത്? അവിടെ ലാംഗ്വേജ്, കോൺഫിഡൻസ്, ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് ഔട്ട് ഓഫ് ദിസ്. It's all about skills for tomorrow, because എനിക്ക് തോന്നുന്നത് നമുക്ക് we have talked a lot in terms of how economy has changed, how the demand has changed, how the supply has been growing, and I think skills for tomorrow is something that is separate on its own. But then like if we just resonate the last 1.5 hours that we have been talking, or the last some time that we have indulged in a conversation, I think the key takeaway that I take from here is like how that shift has happened. നമ്മൾ അതൊരു ട്രഡീഷണലി നമ്മൾ കണ്ടിരുന്ന പല കാര്യങ്ങളെയും നമ്മളെങ്ങനെ മാറ്റി ചിന്തിക്കണം, അല്ലെങ്കിൽ ആ മാറി ചിന്തിക്കാൻ നമുക്ക് എന്തൊക്കെ വഴികാട്ടികളാവും എന്നുള്ളതാണ്. ആൻഡ് ഐ തിങ്ക് സ്കിൽസ് ഫോർ ടുമോറോ ഇസ് സംതിങ് ദാറ്റ് വി ക്യാൻ കീപ് ഇറ്റ് ആസ് എ സെഷൻ ഓൺ ഇറ്റ്സ് ഓൺ. ബിക്കോസ് അതിന് കാരണം അത് ദാറ്റ് ഡ്രിൽസ് ഡൗൺ ടു എ ലോട്ട് ഓഫ് തിങ്സ്.
ബിക്കോസ് അതിനകത്ത് എക്സ്പീരിയൻസ് മാറ്റേഴ്സ്, എക്സ്പോഷർ മാറ്റേഴ്സ്, റൈറ്റ് മെൻറ്ററിങ് മാറ്റേഴ്സ്, ഗൈഡൻസ് മാറ്റേഴ്സ്. ബട്ട് ഐ തിങ്ക് ഒരു കോർപ്പറേറ്റ് ട്രെയിനർ എന്ന് പറഞ്ഞ രീതിയിൽ നേരത്തെ ലിജിൽ പറഞ്ഞ പോലെ തന്നെ എൻജിനീയേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് അവർക്ക് ഉണ്ടായിരുന്ന ഒരു റിഡൻഡൻസിയുടെ എലമെൻറ്റ് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസിൽ വരുന്നുണ്ടോ എന്നുള്ളതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ EMCP ഒക്കെ ലോഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് വന്നിരുന്ന സ്റ്റുഡൻസിൽ ഭൂരിഭാഗം കുട്ടികളിലും കുറച്ച് ആൾക്കാരെങ്കിലും ACCA പോലത്തെ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നിരുന്നതാണ്. ആൻഡ് ദ റീസൺ വാസ് ദെയർ വെയർ ടു മച്ച് ഓഫ് ACCAs out there, and that is one factor that actually came as a surprise to me. കാരണം ACCA ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ആദ്യത്തെ ACCA ആണ് നിഖിൽ എന്ന് പറയുന്നത്. ആൻഡ് ഹി വാസ് ഐ തിങ്ക് ഇന്ത്യയിൽ ആദ്യത്തെ ACCA ബാച്ചിൽ ഉണ്ടായിരുന്ന ആളിലൊരാളായിരിക്കണം നിഖിൽ. ആൻഡ് he Not India, at least in at least in Kerala, and he is the right person to speak അത് about. വിഷ്ണു, എനിക്ക് തോന്നുന്നത് അവിടെ വരുന്നത് ഇറ്റ്സ് സിമ്പിൾ എക്കണോമിക്സ്. ലെറ്റ് മീ ടെൽ യു, ഇറ്റ്സ് എൻ എക്കണോമിക്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. കറക്റ്റ്. അത് evolution side. I started taking up ACCA when I didn't know what was ACCA. I had to tell people like it's a British CA. അതിന് പല നാമങ്ങളും ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇന്ന് എവറിബഡി നോസ് ഇറ്റ്. ബട്ട് വിത്ത് ദാറ്റ് ടൈം വാട്ട് ഹസ് ഗ്രോൺ ഇസ് ലൈക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്നു, ബട്ട് there was a certain element of supply that was also growing in. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ എലമെന്റ്സ് ഒക്കെ തന്നെയാണ്. നമ്മൾ പലരെയും കാണുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനൊപ്പം ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ കൂടെ ആ പോപ്പുലേഷനും കൂടി വരുവാണ്. ഇന്ന് മാർക്കറ്റിന് വേണ്ടത് മാർക്കറ്റ് ഡിഫറൻഷിയേറ്റേഴ്സിനെയാണ്. കറക്റ്റ്. So every student has right to choose whether they want to be one among the thousands or stand out as one among themselves. അപ്പോൾ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വീൽ ഹാവ് ടു ലീവ് ടു സ്റ്റുഡൻസ്. അതൊരു കംപ്ലീറ്റ് മാർക്കറ്റ് അവെയർനെസ് ആണ് അവിടെ. നമ്മൾ ഇന്ന് ഈ പറഞ്ഞ പോലെ എന്ത് ഓപ്ഷൻ പറഞ്ഞാലും എന്തൊക്കെ സാധ്യതകൾ പറഞ്ഞാലും ഒരു ക്ലിയർ മാർക്കറ്റ് അവെയർനെസ് വേണം. യു നീഡ് ടു നോ വെദർ യു ആർ ഡൂയിങ് സംതിങ് ദാറ്റ് ആക്ച്വലി ഹാസ് ഡിമാൻഡ്, ഓർ ഇഫ് അറ്റ് ഓൾ ദാറ്റ് ഹാസ് ഡിമാൻഡ്, വാട്ട് ഇസ് ദ സപ്ലൈ സൈഡ്. ആ ഒരു ബേസിക് എക്കണോമിക്സ് നമ്മളെല്ലാവരുടെയും ലൈഫിലേക്ക് നമ്മൾ ഇൻഡൾജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദീസ് കൺഫ്യൂഷൻസ് ഓർ ലൈക്ക് ഇപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ പ്രോബ്ലി യു വുഡ് ഹാവ് പിക്ഡ് ഇറ്റ് ഫ്രം യുവർ എക്സ്പീരിയൻസ്. കാരണം ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഓൾസോ കംസ് വിത്ത് എ കോസ്റ്റ്. അത്രയും പൈസ മുടക്കി നമ്മളൊരു കാര്യം ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു കാര്യം പഠിക്കേണ്ടി വരുമ്പോഴുള്ളൊരു അവസ്ഥ എന്താണെന്നുള്ളത്, ആ ഒരു റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളുമാണ്. ആൻഡ് ഐ സീ ഇറ്റ് ഫ്രം ഒരു ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവ് ഞാൻ കണ്ടിട്ടുള്ളത് ഇറ്റ്സ് സിംപ്ലി ബിക്കോസ് ഓഫ് ഓവർ സപ്ലൈ. അത് എല്ലാ കോഴ്സുകൾക്കും ഉള്ളൊരു പ്രോബ്ലം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരിക്കുന്ന ഒരു തോട്ട് പ്രോസസ് ഓഫ് പീപ്പിൾ ദാറ്റ് എല്ലാവരും ദേ ഓൾ ഗോ ഇൻ ടു വൺ. അത് മാറി നമ്മൾ പല റൈറ്റ് ഓപ്പർച്യൂണിറ്റി കാണുക, നമ്മുടെ റൈറ്റ് ഇൻട്രസ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ആ ഇൻട്രസ്റ്റിന് കണക്കായിട്ടുള്ള മെൻറ്റേഴ്സിനെയും ആ ഇൻട്രസ്റ്റിന് കണക്കായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക. അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരിക. അതിൻ്റെ എൻഡ് ഗോൾ എന്താണ്, വാട്ട് ഈസ് ദാറ്റ് ഐ വിൽ ബി ഡൂയിങ് ഇഫ് ഐ ഡു ദിസ് എന്നുള്ളൊരു അവയർനെസ് കൊണ്ടുവരിക. ഇനഫ് ഡിസ്കഷൻസ് നോക്കുക. ഇന്ന് അവൈലബിൾ ആണ്. ഇന്ന് ഓൺ സോഷ്യൽ മീഡിയ, ഓൺ യൂട്യൂബ്, ഓൺ ലിങ്ക്ഡ്ഇൻ, യു ഹാവ് ഇനഫ് ഡാറ്റ ടു സെർച്ച് ഓൺ. ആ സാധനങ്ങൾ സെർച്ച് ചെയ്തിട്ട് വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ. ബിക്കോസ് കരിയർ ഈസ് സംതിങ് ദാറ്റ് വെരി ബിഗ് ഡിസിഷൻ. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ നിന്ന് നമ്മളും അപ്സ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മളും ആ മാറുന്ന കാലത്തിനൊപ്പം നമ്മളും മാറിയില്ലെന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആസ് യു റൈറ്റ്ലി സെഡ് ക്യാൻ എഫക്ട് എവറിത്തിങ്. അത് ഇപ്പോൾ ഏത് കോഴ്സായാലും ഇന്ന് റെലവൻ്റ് ആയിട്ടുള്ളൊരു സാധനം 5 വർഷം കഴിയുമ്പോഴത്തേക്കും അത്രത്തോളം ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ സപ്ലൈ എലമെന്റ് കയറി വരുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ യു ടു മേക്ക് എ കട്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ വൈസ് നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഹൗ ഫോർവേഡ് ലുക്കിംഗ് വി ആർ, ഹൗ വി ആർ അഡാപ്റ്റിംഗ് ടു ദാറ്റ് ചേഞ്ച് ഇൻ ദ മാർക്കറ്റ് റിക്വയർമെന്റ്, എംപ്ലോയർ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് വാട്ട് ആർ ദ ഡിഫറെന്റ് തിങ്സ് ദാറ്റ് വി ക്യാൻ. സ്റ്റുഡന്റ് ഓൾസോ ഷുഡ് ലുക്ക് അറ്റ് ഓക്കെ ഇഫ് ദർ ഇസ് ഇനഫ് ഞാൻ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായിരിക്കും അതിൽ ഉണ്ടാവുക. സോ ദർ ആർ സ്റ്റുഡൻസ് ഹു ആർ കമ്മിങ് ലൈക്ക് ദാറ്റ്, ദേ വിൽ കം ആൻഡ് ആസ്ക് ലൈക്ക് ഓക്കെ ഐ ഡോണ്ട് വാണ്ട് ദിസ് കോഴ്സ് ബിക്കോസ് ഐ നോ ദാറ്റ് ദർ ഇസ് ടു മച്ച് ഓഫ് സപ്ലൈ. ടെൽ us something that is niche, giving opportunity. Okay, so coming back to this, we had a lot of discussion. എനിക്ക് തോന്നുന്നു like what is that we can actually give as a takeaway for the students from it, and each of us will have to address that thing before we got into the next thing about നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചർ സ്കിൽസിനെ പറ്റി പറയുന്നതിന് മുമ്പ് we should conclude our discussion on like എന്താണ് what is our takeaway from this to the students. Yes, എനിക്ക് അതിനകത്ത് ഒരു വളരെ സിമ്പിൾ പോയിന്റ് എനിക്ക് പറയാനുള്ളൂ. ഇറ്റ്സ് ലൈക്ക് ടു make sure that whatever that you are choosing, that you have an end goal attached to it. At least you should be aware of what is your destination. Journey is something that goes along. പക്ഷേ ഡെസ്റ്റിനേഷനെ പറ്റി നമ്മളൊരു ധാരണയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ യു വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, ബട്ട് നോട്ട് നെസസറിലി ദാറ്റ് മേ നോട്ട് ബി റിക്വയർഡ്.
സോ ദാറ്റ് ഈസ് മൈ പോയിന്റ് ഓഫ് വ്യൂ ഇൻ ടേംസ് ഓഫ് ഒരു സ്റ്റുഡൻറ്റിനോട് പറയാനാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി അവെയർ ഓഫ് യുവർ ഡെസ്റ്റിനേഷൻ. ആൻഡ് എനിക്ക് പറയാനായിട്ടുള്ളത് മറ്റുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്നത് പോലെ ഫോളോ ചെയ്യാതെ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് യു ആക്ച്വലി വോണ്ട് ഫ്രം യുവർ ലൈഫ് ആൻഡ് ഹാവ് ഇൻറ്റൻഷൻസ്. ഐ തിങ്ക് നേരത്തെ ലിജിൽ പറഞ്ഞൊരു കാര്യമായിട്ട് തന്നെ കണക്ട് ചെയ്ത് വരുന്നതാണ്. നമ്മൾ സ്വപ്നങ്ങൾ വേണം, പക്ഷെ അത് റിയലിസ്റ്റിക് ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആ ഒരു സ്വപ്നത്തിൻ്റെ പുറകെ പോകുമ്പോഴേക്കും നമുക്ക് പല രീതിയിലുള്ള പ്രതിസന്ധികളും വരുന്നുണ്ടാവും. ആൻഡ് അതിനെ നമുക്കൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് വി നീഡ് ടു ടേക്ക് അപ്പ് കാൽക്കുലേറ്റഡ് റിസ്ക്. ആൻഡ് ആ ഒരു കാര്യം മനസ്സിൽ നമ്മൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡെസിഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നേരത്തെ നിഖിൽ പറഞ്ഞ പോലെ തന്നെ ആ ഡെസ്റ്റിനേഷൻസ് ബിക്കംസ് എ ലോട്ട് മോർ ക്ലിയർ. That is good. I think I would like to, for everyone who's watching, to not bother about their past decisions. Everybody would have made some mistake or the other in, their choices. But take a moment, pause. There is so much of data available out there. Have some ഒരു ഡീറ്റെയിൽഡ് റിസർച്ച് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരാം. ഓഫ് കോഴ്സ് നിങ്ങളുടെ പാരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് സജഷൻ തരുന്നത്. പക്ഷേ ഇതെല്ലാം എൻഡ് ഓഫ് ദ ഡേ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇതന്നെയാണോ എനിക്ക് വേണ്ടത്, ആൻഡ് മേക്ക് എ വാലിഡ് പോയിന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. സോ വെൻ സംബഡി സേയിങ് ദാറ്റ് ഡു ദിസ്, ഓക്കെ, ആൻഡ് യു തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് യുവർ റൈറ്റ് സ്കിൽസ് ആൻഡ് നിങ്ങളുടെ റൈറ്റ് ഇൻറ്റൻഷനുമായിട്ട് മാച്ച് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ മേക്ക് എ വാലിഡ് പോയിന്റ്. ഓക്കെ, ദീസ് ആർ ദ അതർ ഓപ്ഷൻസ്, ക്യാൻ ഐ ഡു ദിസ്, ആൻഡ് ഓൾസോ ഹാവ് എ ലോങ്ങർ വിഷൻ. Look at, okay, don't look at, with it's a very interesting saying. Somebody has already said this and I really liked it. We all take നമ്മുടെ വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള നമ്മുടെ ഗോൾസ്, ഓക്കെ, we always overestimate us for the tomorrow, overestimate us for next week, next month, next exam. But we underestimate us for the long term. നമ്മൾ എപ്പോഴും 10 വർഷം 20 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റഡ് ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി എ മാസീവ് ഓപ്പർച്യൂണിറ്റി ദർ. അങ്ങനെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഐ തിങ്ക് ദ സ്റ്റുഡൻസ് മൈൻഡ് സെറ്റ് വുഡ് ബി സോളിഡ് ദർ. യെസ്. എന്തായാലും ദ ഡിസ്കഷൻ ഐ ടെൽ ഇറ്റ് ആസ് എ കോൺവെർസേഷൻ. നമ്മളുണ്ടായ ഒരു കോൺവെർസേഷൻ വാസ് വെരി ഇൻസൈറ്റ്ഫുൾ, അറ്റ്ലീസ്റ്റ് ഫ്രം ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഇൻ ടേംസ് ഓഫ് എഡ്യൂക്കേഷൻ എല്ലാം. ഐ തിങ്ക് ദർ ഇസ് എ ടേക്ക് അവേ ഫ്രം ഇറ്റ്. നമുക്ക് പല കാര്യങ്ങളും റാഷണലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും ഇത് കണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ഷെയറിംഗ് ദ വാല്യുബിൾ തോട്ട്സ്. ഐ എം ഷുവർ we'll catch up again with more interesting facts, and especially on the skills for tomorrow, that which I'm really looking forward to. Thank you so much. Thank you so much, Nikhil. Thank you for having me.